ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത് പ്രോജക്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പ്രോജക്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പേപ്പർ 3 വരുന്നതാണ്. നിങ്ങൾക്ക് ഇത് എക്സാമിന് പറഞ്ഞ പോലെ 10 മാർക്കിന് ചോദിക്കാം, ചോദിക്കാതിരിക്കാം. മിക്കതും സ്റ്റെപ്സ് ഇൻ ദ പ്രൊജക്ട് പ്രൊപ്പോസൽ ആണ് കൂടുതലും 10 മാർക്കിന് ചോദിച്ചു കണ്ടേക്കണത്. നിങ്ങൾക്ക് ഇപ്പോ ഈ പറഞ്ഞ പോലെ ഓർ ക്വസ്റ്റ്യൻസ് ആണല്ലോ. അങ്ങനെ വരുമ്പോ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ ഇത് നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഉണ്ടാക്കാനും ഉണ്ട്. ഇത് എന്താ പറയാ, പ്രൊജക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വൈവയ്ക്ക് ആവശ്യം വരും. അതേപോലെ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് പ്രിപ്പറേഷൻ എന്തായാലും ഉണ്ടാവും. ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഗ്രൂപ്പായിട്ട്, ഒന്നില്ലെങ്കിൽ ഗ്രൂപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിരിക്കും. അപ്പൊ ഏകദേശം പ്രൊജക്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ എന്തായാലും ഉണ്ടാവണം. അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് തന്നെ നമുക്ക് എന്താണ് പ്രൊജക്ട് പ്രൊപ്പോസൽ എന്ന് നമുക്ക് നോക്കാം. A project proposal is written to make an offer and to try to convince a supervisor or a future customer to accept it. എന്താണ് ഒരു പ്രൊജക്ട് പ്രൊപ്പോസൽ എന്നത്? എന്താ, ഒരു ഓഫർ അവതരിപ്പിച്ച്, അല്ലെങ്കിൽ ഇതൊരു ഓഫറാണ്, അല്ലെങ്കിൽ ഒരു ഓഫർ അവതരിപ്പിച്ച്, അതായത് നമ്മുടെ ഒരു സൂപ്പർവൈസറെയോ അല്ലെങ്കിൽ ഭാവിയിലുള്ള കസ്റ്റമേഴ്സിന് അവർക്കത് സ്വീകാര്യമാകുന്ന രീതിയിൽ എന്താണ് പ്രേരിപ്പിക്കുന്ന രീതിയിൽ എഴുതുന്ന ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ ആണ്. റിട്ടേൺ ആയിട്ടുള്ള ഒരു എന്താണ് പ്രൊപ്പോസൽ ആണ്. ആർക്കൊക്കെ? നമ്മുടെ ഭാവിയിലെ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതേപോലെ തന്നെ സൂപ്പർവൈസേഴ്സിന് അവരെ കൺവിൻസ് ചെയ്യാനായിട്ടുള്ള ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ ആണ് എന്തെന്ന് പറയുന്നത് പ്രോജക്ട് പ്രൊപ്പോസൽ എന്ന് പറയുന്നത്. ഇനി ഇതിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. സ്റ്റെപ്സ് ഇൻ പ്രോജക്ട് പ്രൊപ്പോസൽ. ഒരു പ്രോജക്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോജക്ട് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഒരു പ്രൊജക്ടിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത്? പ്രോജക്ട് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റിൽ അതിന്റെ ഗോൾസും ഒബ്ജക്റ്റും ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. അതായത് ഗോൾസ് എന്ന് പറയുമ്പോൾ എന്താ? പ്രവർത്തനങ്ങളും കാര്യങ്ങളും, അത് നമ്മൾ എന്തിനാണ് ആ പ്രൊജക്റ്റിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രൊജക്റ്റ് ഏത് ദിശയിലാണ്, എങ്ങനെയാണ് പോകുന്നത്, എല്ലാം ആ ഗോൾസിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ടു ബി അറ്റൈൻ, എന്താണ് എന്താണ് അറ്റൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് കൈവരിക്കേണ്ടത്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ടു വിച്ച് ഇറ്റ് ഈസ് ടു ബി ഒബ്റ്റെയിൻ, അത് എന്താണ് എത്രാമത്തെ രീതി, എങ്ങനെയൊക്കെ ആയിരിക്കണം. ആൻഡ് പോപ്പുലേഷൻ, നമ്മൾ ഏതൊക്കെ പോപ്പുലേഷനെ ചൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ പോപ്പുലേഷനെ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് ജോഗ്രഫിക്കൽ ഏരിയ ആണ് നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ ലെങ്ത് ഓഫ് ദ ടൈം, ആ പ്രൊപ്പോസലിന്റെ ടൈം, ഇതെല്ലാം എന്തായിരിക്കണം? ആ ഒരു ഒബ്ജക്റ്റീവിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. അതേപോലെ തന്നെ വൺ ഗോൾ ഹാസ് 2 or 3 ഒബ്ജക്റ്റീവ്സ്. ഒരു ഗോൾസിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒബ്ജക്റ്റീവ്സ് ആവാം. വൺ ഗോൾ ഹാവ് 2 or 3 ഒബ്ജക്റ്റീവ്സ്. ഗോൾ ഈസ് അറ്റൈൻഡ് വെൻ ഓൾ ദ ഒബ്ജക്റ്റീവ്സ് ആർ അറ്റൈൻഡ്. എല്ലാ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഗോൾസ് അറ്റൈൻ ചെയ്യും. ആൻഡ് ഗോൾസ് എന്ന് പറയുന്നത് എന്താണ്? ബ്രോഡ് ആണ്. അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? നാരോ ആണ്. നോർമലി വർക്ക് ക്യാൻ ഹാവ് 1 to, നമുക്ക് ഒന്നോ അടങ്ങിയ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം 3 വരെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഇതിലെടുക്കാം. ഈ ഒബ്ജക്റ്റീവ്സ് എടുക്കുമ്പോൾ അത് രണ്ടോ മൂന്നോ സെന്റൻസ്, അതിൽ കൂടരുത് കേട്ടോ. അതായത് സെന്റൻസ് വൈസ് നമുക്ക് 2-3 ഒബ്ജക്റ്റീവ്സ് വെക്കാം. പക്ഷെ ഓരോ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ 2-3 സെന്റൻസ്, അതിൽ കൂടുതൽ വരരുത്. പിന്നെ മെയിൻ ആയിട്ട് ഒബ്ജക്റ്റീവ്സിൽ ജനറൽ ആയിട്ടുള്ള ഫങ്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റീസ്, നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയിലാണ് പോയി പ്രൊജക്റ്റ് ചെയ്യുന്നത്, ആ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ പ്രോബ്ലം അല്ലെങ്കിൽ എന്താണ് പ്രയോറിറ്റി, ആ പ്രയോറിറ്റി ആയിരിക്കണം. അല്ലാണ്ട് അവർക്ക് ഉപയോഗപ്രദമല്ലാത്ത പ്രൊജക്റ്റ് കൊണ്ട് അവിടെ പോയി ചെയ്തിട്ട് നമുക്കും ഉപകാരമാവില്ല, അവർക്കും ഉപകാരമാവില്ല, നമ്മുടെ പ്രൊജക്റ്റ് അവിടെ ഫ്ലോപ്പ് പോകും. അപ്പോൾ ഒരു ജോഗ്രഫിക്കൽ ഏരിയ ചെന്നിട്ട് അവരെന്താണ് ഫേസ് ചെയ്യുന്നത്, അവിടെ എന്താണ് മെയിൻ ആയിട്ട് വേണ്ടത്, അതായിരിക്കണം നമ്മൾ പ്രൊജക്റ്റിന് എടുക്കേണ്ടത്. ഇനി
പ്രോജക്റ്റ് കോണ്ടെക്സ്റ്റ്. ഇനി അടുത്തതാണ് എന്ത്, രണ്ടാമത്തെയാണ്. അപ്പൊ ആദ്യത്തെ എന്തായിരുന്നു, പ്രോജക്റ്റ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇതെല്ലാം ഇതുപോലെ തന്നെ എഴുതണം. 10 മാർക്കിന് ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തന്നെ എഴുതണം. ഇനി നിങ്ങൾ പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഈ തന്നിരിക്കുന്ന പോലെ ആയിരിക്കണം പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. രണ്ടാമത്തെയാണ് എന്ത്, പ്രോജക്റ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ദ പ്രൊപ്പോസൽ മസ്റ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ എക്സിസ്റ്റിംഗ് പ്രോബ്ലം ഇൻ ദ ഐഡന്റിഫൈഡ് ജിയോഗ്രഫിക്കൽ ഏരിയ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏത് ജിയോഗ്രഫിക്കൽ ഏരിയ ആണ് കണ്ടുപിടിച്ചത് അവിടെയുള്ള എക്സിസ്റ്റിംഗ് പ്രോബ്ലം ആയിരിക്കണം, അവിടെയുള്ള പ്രധാന പ്രശ്നം ആയിരിക്കണം എന്ത്, നമ്മുടെ പ്രോജക്റ്റിൽ എടുക്കേണ്ടത്. അല്ലാണ്ട് അവിടെ അവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടുപോയി ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഉപയോഗം ഉണ്ടാവില്ല, അവർക്കും ഒരു യൂസ് ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തെയാണ് എന്ത്, പേഴ്സണൽ. ദ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് മിനിമം സ്റ്റാഫ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്രോജക്റ്റ്. ഇനി പ്രോജക്റ്റ് നമ്മളൊക്കെ പ്ലാൻ സെറ്റ് ചെയ്ത്, പക്ഷെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷനിൽ അവർക്ക് സ്റ്റാഫുകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, ആ പ്രൊജക്റ്റിന് വേണ്ട മിനിമം സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ പ്രൊജക്റ്റ് മുന്നോട്ട് പോവില്ല. അപ്പൊ അതുകൊണ്ട് പ്രൊജക്റ്റിന് മിനിമം സ്റ്റാഫുകൾ എന്തായാലും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ആ സ്റ്റാഫ്സിന്റെ കരിക്കുലം വൈസ് എന്തായാലും കൊടുത്തിരിക്കണം. അവർ ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ, അവരുടെ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ എന്താണ് പറയണം, ആ പ്രൊജക്റ്റിൽ ഉൾപ്പെടണം കേട്ടോ. ഇനി നാലാമത്തെയാണ് എന്ത്, വർക്ക് പ്ലാൻ എന്ന് പറയുന്നത്. എ പ്ലാൻ ഈസ് എ ബ്ലൂ പ്രിന്റ് ഫോർ ആക്ഷൻ. എന്താണ് ഒരു പ്ലാൻ എന്ന് പറയുന്നത്, എന്താണ് ബ്ലൂ പ്രിന്റ് ആണ് അല്ലെ. നമ്മുടെ എന്ത് കാര്യമായാലും, ഒരു പ്രൊജക്ടിന്റെ എന്ത് കാര്യമായാലും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ എന്തായാലും വേണം. എന്തിനാണ്, ഐഡന്റിഫൈ റിസോഴ്സസ് സച്ച് ആസ് മണി, മെറ്റീരിയൽ, മണി, മെറ്റീരിയൽ. അതായത് ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, മാൻ വേണം, മണി വേണം, മെറ്റീരിയൽസ് വേണം. ഈ മൂന്ന് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്, അത് എന്തായാലും വേണം ഒരു പ്രോജക്റ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ. അത് ഈ വർക്ക് പ്ലാനിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്യണത്. അതേപോലെ തന്നെ പ്ലാൻ ഓഫ് സ്മൂത്ത് ആൻഡ് എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ. എഫക്റ്റീവ് ആയിട്ടും സ്മൂത്ത് ആയിട്ട് ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ വേണം. അതേപോലെ തന്നെ ഐഡന്റിഫൈ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പ്രോസസ് ആൻഡ് ഔട്ട്കം, ഇതെല്ലാം ഉണ്ടായിരിക്കും. പിന്നെ വർക്ക് പ്ലാൻ ഷുഡ് ഗീവ് ദ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സർവീസ് ടു ബി പ്രൊവൈഡഡ്. എന്തൊക്കെ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യണത്, ആ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ വർക്ക് പ്ലാനിൽ ഉണ്ടായിരിക്കണം. നമ്മൾ എഴുതുന്ന വർക്ക് പ്ലാനിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. നമ്മുടെ ടാസ്ക്, പ്ലേസ്, അതേപോലെ ഡ്യൂറേഷൻ, നമ്മൾ ചെയ്യുന്ന ഓരോ മന്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ചിലപ്പോൾ ഇത്ര മന്ത് വരെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഓരോ മന്ത് അല്ലെങ്കിൽ ഓരോ വീക്കിൽ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസുകൾ എല്ലാം ആ പ്രൊജക്റ്റിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ ഇത്രയാണ് വർക്ക് പ്ലാനിൽ മെയിൻ ആയിട്ട് പറയണത്. ഇനി ബഡ്ജറ്റ്, നമുക്കറിയാം പേരിൽ തന്നെ ഉണ്ട് ബഡ്ജറ്റ്. ആ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ബഡ്ജറ്റ് എന്തായാലും, പൈസ എന്തായാലും വേണം. അപ്പൊ അതിനെ കുറിച്ചാണ് ബഡ്ജറ്റിൽ പറയുന്നത്. ബഡ്ജറ്റ് ലൈൻ ഷുഡ് ബി ക്ലിയർലി, അതായത് എന്തൊക്കെ എമൗണ്ട് വേണം എന്നുള്ളത് ക്ലിയർ ആയിട്ട്, എന്തിനൊക്കെ എന്തൊക്കെ പൈസ ചെലവാകും, എന്തൊക്കെ വേണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് ആ പ്രൊജക്റ്റിൽ ഉണ്ടായിരിക്കണം. ആഡിക്വേറ്റ് ആയിട്ട്, അതായത് ആ ഒരു ആക്ടിവിറ്റീസും സ്പെസിഫൈഡ് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഡിക്വേറ്റ് ആയിട്ടുള്ള എമൗണ്ട് കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഇനി എന്താണ് പ്രൊജക്ട് ഔട്ട്പുട്ട്. ദ പ്രൊപ്പോസൽ മസ്റ്റ് സ്പെസിഫൈ ക്ലിയർലി. പ്രൊപ്പോസൽ മസ്റ്റ് സ്പെസിഫൈ ക്ലിയർ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഔട്ട്പുട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൺസിസ്റ്റന്റ് വിത്ത് ദ പ്രൊജക്ട് ഒബ്ജക്റ്റീവ്സ്. അതായത് പ്രൊജക്ടിന്റെ ഔട്ട്പുട്ട് എന്തായാലും കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പൊ ഇത്രയാണ് എന്ത്, നമ്മുടെ പ്രോജക്റ്റ് സ്റ്റെപ്സ് ഇൻ ദ പ്രോജക്റ്റ് പ്രൊപ്പോസൽ എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് ഇൻ പ്രൊജക്ട് പ്രൊപ്പോസൽ ആണ് ഐ തിങ്ക്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എക്സാമിന് 10 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ചോദിച്ച് കണ്ടേക്കണത്. മെയിൻ ആയിട്ട് ഇത് തന്നെയാണ് ചോദിച്ചേക്കണത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ എഴുതണം. എന്താണ് പ്രൊജക്റ്റ് എന്ന് എഴുതണം, പ്രൊജക്റ്റിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാന്നുള്ളത് എഴുതണം, നമ്മുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാന്ന് എഴുതണം, അതേപോലെ പ്രോജക്റ്റ് കോണ്ടെക്സ്റ്റിലുള്ള എന്താന്ന് എഴുതണം, പേഴ്സണൽ, വർക്ക് പ്ലാൻ, പ്രൊജക്ട് ഔട്ട്പുട്ട്, ഇത്രയും നമ്മൾ സ്റ്റെപ്സിൽ എന്തായാലും ഉൾപ്പെടണം. ഇത് നോക്കുന്നത് പ്രൊപ്പോസൽ സബ്മിഷൻ ആണ്. അതായത് പ്രൊപ്പോസൽ സബ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രൊപ്പോസൽ ആദ്യം ആർക്ക് സബ്മിറ്റ് ചെയ്യണം, മെഡിക്കൽ ഓഫീസർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്.
ഓക്കെ. ഇനി മെഡിക്കൽ ഓഫീസർ നമ്മൾ ചിലപ്പോൾ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ഡയറക്ട് ടു ദ ഫൈനാൻസ് അതോറിറ്റിക്ക് കൈമാറും. ഇനി പ്രൊപ്പോസൽ സബ്മിഷൻ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ പേജുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നാണ് പറയുന്നത്. ഒന്നാമത്തെയാണ് ടൈറ്റിൽ പേജ്. ഒരു ടൈറ്റിൽ പേജ് എന്തായാലും ഉണ്ടായിരിക്കണം. അതായത് ടൈറ്റിൽ പേജിൽ പ്രൊജക്ടിന്റെ ബ്രീഫ് ആയിട്ടുള്ള കാര്യമായിരിക്കണം ടൈറ്റിൽ പേജിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എൻറ്റയർ പ്രൊജക്ടിന്റെ ഒരു വേർഡിൽ, അതായത് നമ്മളിപ്പോ പ്രൊമോഷൻ ഓഫ് ലാർവിയോറസ് ഫിഷ് ഇതാണ് നിങ്ങളുടെ ടോപ്പിക് എങ്കിൽ, എന്താണ് നിങ്ങളുടെ പ്രൊജക്റ്റ് എങ്കിൽ അതായിരിക്കണം അതിന്റെ ടൈറ്റിൽ പേജ് എന്ന് പറയുന്നത്. മറ്റ് എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മൾ എവിടെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ പേര്, സ്ഥലത്തിന്റെ പേര്, അല്ലെങ്കിൽ വ്യക്തി, ആരാണോ ചെയ്യുന്നത്, ആരുടെ പ്രൊജക്റ്റ് ആണോ ആ ആളുടെ പേര്, അതേപോലെ ഫോൺ നമ്പർ, പ്രൊജക്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നാണ് എൻഡ് ചെയ്യണത്, ഫണ്ട്, ഇതെല്ലാം എന്തിലുണ്ടായിരിക്കണം? ടൈറ്റിൽ പേജിൽ ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെയാണ് ഇൻട്രൊഡക്ഷൻ. പ്രൊജക്റ്റ് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഒരു ഇൻട്രോ പോലെ, അത് പ്രൊജക്റ്റിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ, ഒരു കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ഈ ഇൻട്രൊഡക്ഷനിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ എന്തൊക്കെയാണെന്നുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് ജിയോഗ്രഫിക്കൽ ഏരിയയിലോ ആണ് ചെയ്യാൻ പോകുന്നത് അവിടുത്തെ പ്രസന്റ് കണ്ടീഷൻ എന്താണ് നിലവിലുള്ള അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചും ഈ ഇൻട്രൊഡക്ഷനിൽ ഉണ്ടായിരിക്കണം. ദെൻ മൂന്നാമത്തെയാണ് എന്ത്? ആൻ എക്സിക്യൂട്ടീവ് സമ്മറി. എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത് പ്രൊജക്റ്റിനെ ചുരുക്കി എഴുതാം. പ്രൊജക്റ്റ് ഒന്ന് ചുരുക്കി എഴുതാം. കാരണം കൂടുതൽ പേരും ആൾക്കാരുകൾ നമ്മളൊരു പ്രൊജക്റ്റ് കൊടുക്കുമ്പോൾ മെയിൻ ആയിട്ട് ചിലപ്പോൾ ഈ എക്സിക്യൂട്ടീവ് സമ്മറി ആയിരിക്കും നോക്കുക. അപ്പൊ അതുകൊണ്ട് എൻറ്റയർ പ്രൊജക്റ്റിനെ ഒന്ന് ചുരുക്കിയതാണ് എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത്. അതിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ഉണ്ടാവണം, അതിനുള്ള പരിഹാരം എന്തായാലും ഉണ്ടാവണം, പ്രൊജക്റ്റ് ചെയ്താലുള്ള ഫലം, ഇതെല്ലാം ഒന്ന് ചുരുക്കി എക്സിക്യൂട്ടീവ് സമ്മറിയിൽ ഉണ്ടായിരിക്കണം. ഇനി എന്താണ് നാലാമത്തേണ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അറിയാമല്ലോ നിങ്ങൾക്ക്, ഗോൾസ് എഴുതണം, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് എഴുതണം. പിന്നെ എന്താണ് ടീം ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ടീം ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് അറിയാം ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റിലുള്ള ഒരു ടീം ഉണ്ടായിരിക്കണം. ആ ടീമിന് അതിലുള്ള ഓരോരുത്തർക്കും ഓരോ ചുമതലകളായിരിക്കും. അതെല്ലാം ക്ലിയർലി സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓരോരുത്തർക്കും ഓരോ ആക്ടിവിറ്റീസും ഓരോ കാര്യങ്ങളേക്കും കൊടുത്തിരിക്കുന്നത്. ആ ചുമതലകൾ കറക്റ്റായിട്ട് അവർ അറിഞ്ഞിരിക്കണം, അവരത് ചെയ്യണം. ആ ടീം ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. പിന്നെ എന്താണ്? വർക്ക് പ്ലാൻ. ആറാമത്തെയാണ് വർക്ക് പ്ലാൻ എന്ന് പറയുന്നത്. വർക്ക് പ്ലാൻ എന്താ? വർക്ക് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ എന്താണ്, ടാസ്ക് എന്താണ്, ഡ്യൂറേഷൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളുടെ ക്രമങ്ങള്, നമ്മുടെ ലക്ഷ്യം, ഇതെല്ലാം എന്തിലുണ്ടായിരിക്കണം? വർക്ക് പ്ലാനിൽ ഉണ്ടായിരിക്കണം. ഇനി പ്രൊജക്റ്റ് ടൈം ലൈൻ. പ്രൊജക്റ്റ് ടൈം ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഓരോ ഘട്ടങ്ങളുണ്ടാവും, പലതരത്തിലുള്ള ഘട്ടങ്ങളുണ്ടാവും. അത് ഏത് ക്രമത്തിലാണ് ചെയ്യേണ്ടത്, തുടക്കം, അതായത് സ്റ്റാർട്ടിങ് തീയതി മുതൽ എൻഡിങ് തീയതി വരെ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിന്റെ ആ ഒരു ക്രമം പ്രൊജക്റ്റ് ടൈം ലൈനിൽ ഉണ്ടായിരിക്കണം. എല്ലാം ഇൻക്ലൂഡിങ് വർക്ക് ചാർട്ട്, എല്ലാ വർക്കും കാര്യങ്ങളും അതിന്റെ ടൈം എല്ലാം പ്രൊജക്റ്റ് ടൈം ലൈനിൽ ഉണ്ടായിരിക്കണം. പിന്നെ ബഡ്ജറ്റ് നമുക്കറിയാലോ എത്രയാണ് ചെലവാകുക, ഓരോ കാര്യങ്ങളും പ്രൊജക്റ്റിന്റെ ഓരോ ഘട്ടത്തിൽ എത്ര ചെലവാകും എന്നുള്ളത് ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കണം. ദെൻ അപ്പൻഡിക്സ്. ദ ബോഡി ഷുഡ് ക്യാരി ദ മെയിൻ മെസ്സേജ്. ഇതില് മെയിൻ മെസ്സേജസ് ഉണ്ടായിരിക്കണം. ഇതിൽ എന്തൊക്കെ ഉണ്ടാവണം? ഇറ്റ് കണ്ടെയ്ൻ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഡാറ്റാസ്, കണക്കുകള്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ്, ഇതെല്ലാം അപ്പൻഡിക്സിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയാണ് പ്രൊപ്പോസൽ സബ്മിഷനിൽ വരുന്നത്. എന്തൊക്കെയാണ്? ടൈറ്റിൽ പേജ്, ഇൻട്രൊഡക്ഷൻ, എക്സിക്യൂട്ടീവ് സമ്മറി, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ടീം ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, വർക്ക് പ്ലാൻ, പ്രോജക്റ്റ് ടൈം ലൈൻ, ബഡ്ജറ്റ്, അപ്പൻഡിക്സ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രോജക്റ്റിൽ വരുന്നത്. പ്രോജക്റ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? സ്റ്റെപ്സും അതേപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ പ്രൊപ്പോസലും. ഇത്രയാണ് പ്രൊജക്റ്റിൽ വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഒന്ന് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, അതേപോലെ ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി തയ്യാറാക്കാൻ ഉണ്ടാകും. അപ്പൊ ഇതൊന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഡാം ഷുവർ നിങ്ങൾക്ക് എന്തായാലും പ്രോജക്റ്റ് ഉണ്ടാകും ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. എല്ലാവരും നല്ല രീതിക്ക് ക്ലാസ്സുകൾ കാണാ, അറ്റൻഡ് ചെയ്യുക, നല്ലോണം വായിക്കുക, നമ്മുടെ ടെക്സ്റ്റ് മെയിൻ ആയിട്ട് നല്ല രീതിക്ക് വായിക്കുക കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നല്ലോണം പഠിക്കുക.
ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. എന്താ പറയുക, നല്ല രീതിക്ക് ഇരിക്കുക കേട്ടോ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ശരി, ബൈ, താങ്ക് യു ഓൾ.